ഞാൻ ഇറങ്ങുവാ, ബസ് ഇപ്പൊ വരും, വരുന്ന സമയത്തെടുത്ത് കഴിക്കണേ. മോളെ, നീ കഴിച്ചാർന്നോ? തിരക്ക് കൂട്ടി ഓടണ്ട, ബസ് വരാറാവുന്നതേ ഉള്ളൂ. ധൃതിയിൽ ഉച്ചഭക്ഷണം ബാഗിലാക്കി ഓടുന്നതിനിടയിൽ അമ്മ ഉമ്മർത്ത് വന്ന് പറയുന്നത് അവൾ കേട്ടെങ്കിലും അതിന് മറുപടി പറയാൻ നിൽക്കാതെ ഉടുത്ത ധാവണി ഒരു കയ്യാൽ പൊക്കി ധൃതിയിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയിരുന്നു. ഇതാണ് നമ്മുടെ നായിക വൈഷ്ണവി വിശ്വനാഥ് എന്ന വൈശു. വൈശുവിന് ഒരു അനിയത്തിയും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ വിശ്വനാഥ്, അമ്മ സീത. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു. ആ വീടിന്റെ താങ്ങും തണലുമായിരുന്നു ആ മനുഷ്യൻ. ക്യാൻസർ പിടിച്ചായിരുന്നു മരണം. അച്ഛന്റെ വേർപാട് അവരുടെ ജീവിതം തന്നെ താളം തെറ്റിച്ചിരുന്നു. 2 മക്കളെ പോറ്റിയെടുക്കാൻ ആ അമ്മ വല്ലാതെ കഷ്ടപ്പെട്ടു. പലതും സഹിച്ചു. കൂലിപ്പണിക്ക് പോയും പലരുടെയും ആട്ടും തുപ്പും കേട്ടും അമ്മ അവരെ വളർത്തി. ഒടുവിൽ അതിനും തിരശ്ശീല വീണു. അമ്മയ്ക്ക് വയ്യാതായി. ഇന്ന് ശരീരത്തില്ലാത്ത വേദനകളില്ല, ഇല്ലാത്ത അസുഖങ്ങളില്ല, ജോലിക്ക് പോകാൻ വയ്യ. അച്ഛന്റെ കുടുംബത്തിൽപ്പെട്ട ഒരമ്മാവനും മകനും മാത്രമേ കുടുംബമായിട്ടുള്ളൂ. അതും ഇല്ലാതിരിക്കുന്നതാണ് ഭേദം. സീതയുടെ വിശ്വനാഥന്റെ പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ ആരും കൂടിയില്ലെന്ന് തന്നെ വേണം പറയാൻ. ഉള്ള അമ്മാവനും മകനും വരുന്നത് തന്നെ വൈശുവിനെ നോട്ടം വെച്ചുകൊണ്ടാണ്. അതെല്ലാം പിന്നീട് പറയാം. നമുക്കിപ്പോ 2 നായികമാരെ കുറിച്ച് അറിയാം. ഇന്നവർ വലിയ പെൺകുട്ടികളാണ്. മൂത്തവൾ വൈഷ്ണവി വിശ്വനാഥ് എന്ന വൈശു, അതായത് ഈ കഥയിലെ നമ്മുടെ നായിക എന്ന് പറയാം. ഇളയവൾ വൃന്ദ വിശ്വനാഥ് എന്ന അപ്പു, വൈശുവിന്റെ അമ്മയുടെയും അപ്പു. ആള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. വൈശുവിനേക്കാൾ 2 വയസ്സ് ഇളയതാണ് വൃന്ദ. കുറച്ച് തന്തേടിയാണ് പെണ്ണ്. ഒന്ന് പറഞ്ഞ് 2 ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയുന്ന ഐറ്റം. എന്നിരുന്നാലും അവൾക്ക് ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഇഷ്ടം അവളുടെ ചേച്ചിയെയാണ്. ചേച്ചി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. എന്തിന് അമ്മ പോലും ആരുടെ അടുത്ത് വാശി കാണിച്ചാലും അവൾ ചേച്ചിയുടെ അടുത്ത് മാത്രം വാശി കാണിക്കില്ല. അവിടെ അവൾ പൂച്ചക്കുട്ടിയാണ്. അത്രയും ജീവനാണ് ചേച്ചി. അയ്യോ, പറഞ്ഞു ഈ കഥയിലെ താരം നമ്മുടെ അനിയത്തിക്കുട്ടിയാണെന്ന് കരുതല്ലേ. അവൾ ഒരു കില്ലാടിയാണെങ്കിൽ മറ്റവൾ നേരെ തിരിച്ചാണ് കേട്ടോ, ഒരു പൂച്ചക്കുട്ടി എന്ന് കരുതി അത്ര പാവമെന്ന് കരുതണ്ട. അവൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്താൽ അനിയത്തേക്കാൾ പുലിയാണ്. ആവശ്യമില്ലാതെ ആരുടെ അടുത്തും വാശിക്ക് പോകില്ലെന്ന് മാത്രം. അമ്മ അനിയത്തി, ഇതാണ് അവളുടെ ജീവനും ജീവിതവും. അവർക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത് പോലും. ഇപ്പൊ ഓടിക്കിതച്ച് പോകുന്നത് പോലും അതിനു വേണ്ടിയാണ്. അയ്യോ, ബസ് വന്നു. അപ്പൊ ബാക്കി കഥ വൈശു തന്നെ പറയും, അല്ലേ വൈശു? അതെ, ഞാൻ പറയാം. ഇതെന്റെ കഥയല്ലേ, അപ്പോ ഞാൻ പറയുന്നതാ ശരി. ഞാൻ എങ്ങോട്ടേ തിരിക്കിട്ട് പോകുന്നതെന്നല്ലേ നിങ്ങൾ കരുതുന്നേ? വേറൊന്നിനുമല്ല. അമ്മയെ ഇനി ജോലിക്കൊന്നും വിടാൻ കഴിയില്ല. ഞാൻ ഇറങ്ങിയാലേ ജീവിതം മുന്നോട്ട് പോകൂ. അപ്പുവിന്റെ പഠിപ്പ്, അമ്മയുടെ ചികിത്സ, ഹാർട്ടിന് ബ്ലോക്കാണ് അമ്മയ്ക്ക്. ഈ വരുന്ന മാസം 6-ന് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. പണം വേണം, അതിനൊരു ജോലി കൂടിയേ തീരൂ. ഇപ്പൊ പോകുന്നത് അതിനു വേണ്ടിയാണ്. 2 ദിവസം മുന്നെയാണ് പത്രത്തിൽ ഇവിടെ തന്നെയുള്ള ഒരു ബ്രൈഡൽ ഫേമസ് വെഡിങ് സെന്ററിലേക്ക് ഒരു സെയിൽസ് ഗേളിന് ആവശ്യമുണ്ടെന്ന് പരസ്യം കണ്ടത്. നോക്കിയപ്പോൾ തരക്കേടില്ലെന്ന് തോന്നി. ഞാൻ പഠിച്ചത് നഴ്സിംഗ് ആയിരുന്നു. പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരു ജോലി അത്യാവശ്യമാണ്. നമ്പറിൽ വിളിച്ചപ്പോൾ ഇന്ന് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാട്ടോ. ബസ് സ്റ്റോപ്പിൽ നിർത്തിയതും അവൾ ഇറങ്ങി അടുത്ത് കണ്ട ചേട്ടനെ അഡ്രസ് കാണിച്ചതും ചേട്ടൻ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് നടന്നു നീങ്ങി. ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് തന്റെ മുന്നിലായി പടുത്തുയർത്തി നിൽക്കുന്ന ടെക്സ്റ്റൈൽസിന്റെ മുന്നിലെത്തിയതും മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോർഡിലേക്ക് നോക്കി അവൾ അത് വായിച്ചു. MK വെഡിങ് സെന്റർ. അകത്തേക്ക് കയറിയതും ചുറ്റും നോക്കിയ ശേഷം അവൾ റിസപ്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഹായ് മാഡം, എന്താ വേണ്ടത്? ഞാൻ ഇവിടെ ഒരു സെയിൽസ് ഗേളിനെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. രാഗേന്ദ്ര സാർ പറഞ്ഞിരുന്നു. ഓ, വൈഷ്ണവിയാണോ? സാർ ഇങ്ങനെ ഒരാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ദീപിക, റിസപ്ഷനിസ്റ്റ് ആണ്. വരൂ, സാറിനെ കാണിച്ചു തരാം. അവർ ചിരിയോട് അത്രയും പറഞ്ഞതും വൈഷ്ണവി അതിനൊന്ന് ചിരിച്ചു കൊടുത്തതും അവർ അവളെയും കൊണ്ട് നേരെ പോയത് സാറിന്റെ ക്യാബിനിലേക്കായിരുന്നു. മേ കമിൻ സാർ? യെസ്. മറുപടി ഉള്ളിൽ നിന്ന് കിട്ടിയതും ചേച്ചി എന്നെയും കൊണ്ട് ക്യാബിനിലേക്ക് കയറി. അവിടെ എത്തിയതും ഒരു 10-60 വയസ്സ് പ്രായം തോന്നിക്കുന്ന മനുഷ്യൻ എന്നെ കണ്ടതും എന്റെ അടുത്തേക്ക് വന്നു. വൈഷ്ണവി അല്ലേ? അതെ സാർ. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നോ? ഇല്ല സാർ. ഓക്കെ, എനിവേ, ഞാൻ രാഗേന്ദ്രൻ, ഇവിടുത്തെ മാനേജറാണ്. ഇവിടുത്തെ വുമൺ സെക്ഷനിലേക്കാണ് സെയിൽസ് ഗേളിനെ ആവശ്യമുള്ളത്. എടുക്കുന്ന ഡ്രസ്സിലും കൊടുക്കുന്ന നിർദ്ദേശത്തിലും കസ്റ്റമേഴ്സ് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കസ്റ്റമേഴ്സിനോടുള്ള ബിഹേവിംഗ്, അതിലൊരു മിസ്റ്റേക്കും ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഐ വിൽ ആക്ഷൻ റൈറ്റ് ദ മൊമെന്റ്. എനിവേ, ഇവിടുത്തെ മാനേജർ ഞാനാണെങ്കിലും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഓണറുടെ മകനാണ്. അവൻ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഓക്കെ, ഐ വിൽ മാനേജ്. ഡ്യൂട്ടിയെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കുട്ടിക്ക് പറഞ്ഞു തരാം. ഓക്കെ?
അത്രയും സാർ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും വൈഷു അതിനോക്കെയാണ് എന്നവണ്ണം തലയനക്കിയതും ദീപിക വൈഷ്ണവിക്ക് വേണ്ട കോസ്റ്റ്യൂംസും വേണ്ട ഇൻഫോർമേഷൻസും എല്ലാം പറഞ്ഞു കൊടുക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. ഞാൻ നോക്കിക്കോളാം സാർ. ഗുഡ്. അത്രയും പറഞ്ഞ് സാർ പോയതും ചേച്ചി എന്നെയും കൊണ്ട് നേരെ പോയത് ഗേൾസ് സെഷനിലേക്കായിരുന്നു. അവിടെ എത്തിയതും ഒരുപാട് പേര് സാരി തൊട്ട് പല തരത്തിലുള്ള ഡ്രസ് സെലക്ട് ചെയ്യുന്നതും ഓരോന്ന് തിരഞ്ഞെടുക്കുന്നതും അതിനെ പറ്റിയുള്ള ഗുണനിലവാരത്തെക്കുറിച്ച് സ്റ്റാഫ്സ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതുമെല്ലാം കണ്ടുകൊണ്ടിരിക്കെ ചേച്ചി എനിക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തി തന്നു. എല്ലാവർക്കും ഒരു ചിരിയുടെ മറുപടി നൽകിയതും ചേച്ചി എനിക്ക് വേണ്ട ഡ്രസ്സും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിരുന്നു. ഓരോ ഡ്രസ്സിനെ കുറിച്ചും പറയേണ്ട രീതിയും കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റ രീതികളെ കുറിച്ചുമെല്ലാം ചേച്ചിയും മറ്റുള്ളവരും എനിക്ക് മനസ്സിലാക്കി തന്നതും കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ അവരിലൊരാളായി മാറിയിരുന്നു. ഡി അവൻ വരുന്നുണ്ട്. ഇന്റർവ്യൂ ടൈമിൽ ഫ്രണ്ട്സിന്റെ കൂടെ ബെഞ്ചിലിരിക്കെ കൂട്ടത്തിലൊരുത്തി അവളുടെ ചെവിയോരത്തായി അത് വന്ന് പറഞ്ഞതും പ്രതീക്ഷിച്ച പോലെ അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞ നിമിഷം. കണ്ണുകൾ ക്ലാസ് ഡോറിന്റെ മുന്നിലേക്ക് പോയതും പ്രതീക്ഷിച്ച അതേ കാഴ്ചയായിരുന്നു കണ്ടത്. മടക്കി വെച്ച ഷർട്ടിന്റെ കൈ ഒന്നുകൂടി മുകളിലേക്ക് തുരുത്തി കയറ്റിക്കൊണ്ടവൻ വരാന്തയിലൂടെ വേഗത്തിൽ നടന്നു. വലിഞ്ഞു കയറിയ മുഖത്തോടെയുള്ള അവന്റെ വരവ് കണ്ട് മറ്റു കുട്ടികൾ അവനെ മിഴിച്ചു നോക്കിയതും അവന്റെ പിന്നിലായി വരുന്ന ഇരുവരും മുന്നിലുള്ളവരെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അവന്റെ കൂടെ വേഗത്തിൽ അടുത്ത് കണ്ട ക്ലാസ്സിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. ആരെയോ തിരയുന്ന കണക്ക് അവന്റെ കണ്ണുകൾ 4 ദിക്കും ഓടവേ കൂട്ടത്തിൽ ഒരുത്തൻ ചെവിയോരത്തായി എന്തോ വന്ന് പറഞ്ഞതും ഞൊടിയിടയിൽ അവന്റെ കണ്ണുകൾ ലാസ്റ്റ് ബെഞ്ചിലായി പോയതും കണ്ണുകളെ തീ ആളിക്കത്തി അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അപ്പോഴേക്കും അവന്റെ വരവ് കണ്ട് കോളേജിലെ പകുതി മുക്കാൽ ജൂനിയേഴ്സ് സീനിയേഴ്സും ഇന്നിവിടെ വല്ലതും നടക്കുമെന്ന മട്ടിൽ കണ്ണും പിടിച്ച് ക്ലാസ്സിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. അവനെ കണ്ടതും അവളുടെ അടുത്ത ബെഞ്ചിൽ ഉണ്ടായിരുന്നവരെല്ലാം പതർച്ചയോടെ മാറിയത് അവൾ കണ്ടെങ്കിലും അത് പോയിട്ട് അവനും അവന്റെ ഗ്യാങ്ങും തന്റെ മുന്നിൽ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടിട്ടു പോലും യാതൊരു കൂസലുമില്ലാതെ നോട്ട് എഴുതുന്ന അവളെ കണ്ടതും അവന്റെ ദേഷ്യം പതിർമടങ്ങി ഇരച്ചു കയറി. അവൻ നിമിഷ നേരം കൊണ്ട് ബുക്ക് എടുത്ത് വലിച്ചെറിഞ്ഞിരുന്നു. യു പിടഞ്ഞെഴുന്നേറ്റവൾ അവന് നേരെ ചാടിയതും എന്റെ ഫ്രണ്ട്സിന് മേലെ കൈവച്ചിട്ട് ഇവിടെ ഞെളിഞ്ഞിരിക്കാമെന്ന് കരുതിയൊടി പന്ന മോളെ, അവൻ പറഞ്ഞുകൊണ്ട് അവളിരുന്ന സീറ്റിലേക്ക് കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടിയതും ബെഞ്ച് പിന്നിലേക്ക് ഒരു ശബ്ദത്തോടെ മറിഞ്ഞു വീണതും ഒരു നിമിഷം പോലും ഞെട്ടാതെ അവന് നേരെ നിന്നുകൊണ്ട് കൈകെട്ടി നിന്ന് അവൾ അവന്റെ കൂട്ടത്തിൽ കവളി കൈവച്ച് നിന്ന ഒരു ചെറുക്കനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മുന്നിലേക്ക് നിൽക്കുന്നവനിലേക്ക് കണ്ണുകൾ പായിച്ചു. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. നിനക്ക് കിട്ടിയത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തിനടിച്ചെന്ന് പറഞ്ഞില്ലേ പൊന്നുമോൻ? പെൺകുട്ടികൾ കമന്റ് അടിക്കുന്നതിന് ഞാൻ അവനിട്ടൊന്ന് കൊടുത്തതാ. അതിന് ഇവനല്ല ഇവന്റെ അപ്പനായാലും ഞാൻ കൊടുക്കും. താൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. പിന്നെ നിനക്ക് തന്നത് കൂടിയെന്ന് ഡൗട്ട് അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് മാറി. നിനക്ക് കിട്ടിയത് കുറഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടില്ലേ ഒരടിക്ക് 10 പേരെയും കൂട്ടി വന്നിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ പാൽക്കുപ്പി. ഡി അടി കിട്ടിയവൻ അലറിക്കൊണ്ട് അവൾക്കടുത്തേക്ക് പാഞ്ഞെടുക്കാൻ ഒരുങ്ങവേ മുന്നിലുള്ളവൻ അവനോട് വേണ്ടെന്ന രീതിയിൽ കൈപൊക്കിയതും അടി കിട്ടിയവൻ യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് അവളെ തുറച്ചു നോക്കി പല്ലിഞ്ഞെരിച്ചു. അതിനവൾ അവനെ പുച്ഛിച്ചതും മുന്നിലുള്ളവൻ അവളെ എരിയുന്ന കണ്ണാലെ അവളുടെ കണ്ണിലെ കുറ്റം നോക്കിക്കൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് ഒരടി കൂടി അടുത്ത് നിന്നു. അധികം നാവ് ഉയർത്തണ്ട. പെണ്ണാണെന്ന് നോക്കില്ല ഫിലിക്സ്. ഇത്രയും ആൾക്കാരുടെ മുന്നിലിട്ട് എനിക്ക് നിന്നെ എന്നതേലും ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെക്കുക. താൻ എന്നെ ഒരു ചുക്കം ചെയ്യാൻ പോണില്ല. പെൺകുട്ടികളെ കാണുമ്പോഴുള്ള തൻ്റെയൊക്കെ ഇളക്കമുണ്ടല്ലോ, അത് മാറ്റാൻ ആ കിട്ടിയത് തന്നെ ധാരാളമാകും. കൂട്ടുകാരൻ ആദ്യം ഫ്രണ്ട് മര്യാദ പറഞ്ഞു കൊടുക്ക്. അവന്റെ വക്കാലത്ത് കേട്ട് താൻ എൻ്റെ അടുത്ത് വരാൻ നിന്ന അവന് കിട്ടിയതിൻ്റെ ഇരട്ടി തനിക്ക് കിട്ടും. വാട്ട് ഗോയിങ് ഓൺ ഹിയർ? ഫിലിക്സ് എന്താ ഇവിടെ? പെട്ടെന്ന് പ്രിൻസിപ്പൽ വന്ന് അങ്ങനെ ഒരു ശബ്ദമിട്ടതും തടിച്ചുകൂടി നിന്ന കോളേജിലെ ഒട്ടുമിക്ക കുട്ടികളും ശരവേഗം അവരവരുടെ ക്ലാസ്സിലേക്ക് ഓടി മറിയുന്നത് കണ്ടതും വന്ന ഷോ കഴിഞ്ഞെങ്കിൽ ചേട്ടന്മാരിപ്പോ പോ, ജൂനിയേഴ്സിനെ പഠിപ്പിക്കാൻ വരാതെ പോയി ആദ്യം 4 അക്ഷരം പഠിക്കാൻ നോക്ക്. ഒരു തരം പരിഹാസ ചിരിയോടെ അവൾ അവനെ നോക്കി പറഞ്ഞതും കത്തുന്ന കണ്ണാലെ അവളെ നോക്കി വന്യമായി ഒന്ന് ചിരിച്ചു. സ്മാർട്ട്നെസ് നല്ലതാ, ഓവർ സ്മാർട്ട്നെസ് ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല. നാളെ നീ വാടി. നിനക്കുള്ള 16 പണി ഞാൻ തന്നില്ലെങ്കിൽ എന്റെ പേര് ഫിലിക്സ് ജോസഫ് കുരിശികലെന്നായിരിക്കില്ല. വാടാ എന്ന് അവൾക്ക് നേരെ കത്തുന്ന നോട്ടം തൊരുത്തു വിട്ടുകൊണ്ട് അവന്റെ ഗ്യാങ്ങിനോടായി പറഞ്ഞ് അവിടെ നിന്ന് പോയതും അവൻ പോകുന്നത് ഒരു പുച്ഛത്തോടെ നോക്കിക്കാണവേ അവളുടെ കൂട്ടത്തിലുള്ളവർ അവളുടെ അടുത്തേക്ക് വന്ന് പേടിയോടെ തോളിൽ പിടിച്ച് അവളെ നോക്കുന്നത് കണ്ടതും അവരെ നോക്കി ഒന്നുമില്ലെന്ന മട്ടിൽ അവളൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. വൃന്ദ വിശ്വനാഥ്. ആളെ ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇതാണ് നമ്മുടെ വൈഷുവിന്റെ അനിയത്തി. ആളെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ വന്ന മുതലിനെ പരിചയപ്പെട്ടാലോ? വരൂ.
ഡോറ് കടന്നവൻ ദേഷ്യത്തിൽ വിറയ്ക്കുന്ന മുഖഭാവത്തോടെ മുന്നോട്ട് കുതിച്ചു. കൂടെ അവന്റെ ഗ്യാങ്ങും, അഖിൽ ആൻഡ് സഞ്ജു. അവളോടുള്ള ദേഷ്യം അവന്റെ കണ്ണിൽ പ്രതിഫലിക്കുന്നതനുസരിച്ച് മുഖം കൂടുതൽ വലിഞ്ഞു മുറുകിയിരുന്നു. മുഖം നിറയെ മുടിയിഴകൾ, താടി വളർന്നു വരുന്നതേ ഉള്ളൂ. വൈറ്റ് ആൻഡ് ബ്ലൂ കളർ ചെക്ക് ഷർട്ടും ബ്ലാക്ക് ജീനുമാണ് അവന്റെ വേഷം. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഹാൻസം ചോക്ലേറ്റ് ബോയ് ഫെലിക്സ് ജോസഫ് കുരിശിങ്കൽ. പേര് കേട്ട് ഇവനാണ് ഈ കഥയിലെ നായകൻ എന്നൊന്നും വിചാരിക്കല്ലേ. ഹീസ് ഓൺ ദ വേ. അപ്പൊ കഥയിലോട്ട് വരാം. കുരിശിങ്കൽ തറവാട്ടിലെ ഇളയ സന്തതിയാണ് ഈ മുതല്. അവരുടെ തന്നെ കോളേജിൽ PG തേർഡ് ഇയർ ആണ് ചെക്കൻ. പിന്നെ ഇപ്പൊ ഉണ്ടായ സംഭവം ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വൃന്ദ പഠിക്കുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയർ കോളേജിൽ റാഗിംഗ് എന്ന് പറഞ്ഞ് രണ്ടുപേരും പലതവണ കൊമ്പ് കോർത്തതാണ്. ഇന്നലെ അവളുടെ കൂട്ടത്തിൽ ഏതോ ഒരുത്തിയെ ഫിലിക്സിന്റെ ഗ്യാങ്ങിലുള്ള അഖിൽ കമന്റ് അടിച്ചതാണ് പ്രശ്നം. വൃന്ദയെ കുറിച്ച് അറിയാലോ. കേട്ട ബാധി കേൾക്കാത്ത ബാധി അവൾ അവന്റെ കവളിൽ 5 വിരല് പതിപ്പിച്ചു. ഈ സമയം ഫിലിക്സ് ഇല്ലായിരുന്നു. എന്തായാലും അവന്റെ ഫ്രണ്ട്സിനെ തൊട്ടാൽ ഫിലിക്സ് അടങ്ങിയിരിക്കില്ല. അതിനുള്ള പണി അവൾക്ക് കൊടുത്തിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് വഴി അറിയാം. 5 മണിയോടെ ഡ്യൂട്ടി കഴിഞ്ഞതും ഇന്ന് പരിചയപ്പെട്ട എല്ലാവരോടും ബൈ പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഇറങ്ങിയിരുന്നു. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. ഇപ്പൊ പോയാൽ 5:15 ബസ് കിട്ടും. പിന്നുള്ളത് 6 മണി കഴിഞ്ഞാണ്. വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കവേ പെട്ടെന്നാണ് വൈഷ്ണവി ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞതും വൈഷുവിന്റെ പിന്നാലെ ഓടി വരുന്ന ദീപിക ചേച്ചിയാണ് കണ്ടത്. ചേച്ചിയായിരുന്നോ? ആഹാ, നിനക്ക് ഇപ്പോഴാണോ ബസ്? അതെ, 5:15 കഴിഞ്ഞ 6 മണി കഴിയും. ചേച്ചി എങ്ങോട്ടാ? മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഓരോന്ന് ചോദിക്കുമ്പോഴാണ് ചേച്ചിയും ഞാനും ഒരു വഴിക്കാണെന്ന് മനസ്സിലായത്. അതെന്തായാലും സമാധാനമായി, ഒരാളെ കിട്ടിയല്ലോ. ഹെഡോ, ഞാൻ തന്നെ ചുരുക്കി വിളിച്ചോട്ടെ? വൈഷ്ണവിന്ന് വിളിക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് പോലെ എന്ന് ചേച്ചി നടക്കുന്നതിനിടയിൽ ചോദിച്ചതും അവൾ അതിന് അപ്പൊ തന്നെ മറുപടി കൊടുത്തിരുന്നു. ചേച്ചി എന്നെ വൈഷു എന്ന് വിളിച്ചാൽ മതി. വൈഷു, ക്യൂട്ട് നെയിം, അത് മതി എന്ന് പറഞ്ഞ് ചേച്ചി ചിരിച്ചതും അവളും അതിന് തിരിച്ചു ചിരിച്ചു. ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഒരു മോളുണ്ട്, കാർത്തിക. വികൃതിയാണ് ആള്. ഇപ്പൊ 3 വയസ്സാകുന്നു. ഒരു ദിവസം ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കെ ബസ് വന്നതും ഞങ്ങൾ അതിൽ കയറി സീറ്റിലിരുന്നു. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചിയെ നോക്കി ചോദിച്ചതും ചേച്ചി എന്നെ സംശയഭാവത്തോടെ നോക്കി. ഇന്ന് സാറ് പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം വേറൊരു സാറാണ് തീരുമാനിക്കുന്നതെന്ന്. ആ സാർ ഇവിടെ ഇല്ലായിരുന്നെന്ന്. അപ്പോ ആ സാറ് വരുമ്പോ ഞാൻ പോകേണ്ടി വരുമോ ചേച്ചി? ഉള്ളിലുള്ള കുഞ്ഞു സംശയം അതുപോലെ ചേച്ചിയെ നോക്കി ചോദിച്ചതും ചേച്ചി ഒരു നിമിഷം നിന്നു. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്റെ തലക്കിട്ടൊന്ന് തന്നു. എന്റെ വൈഷൂട്ടി, നീ ഒരു പൊട്ടിപ്പെണ്ണായി പോയല്ലോ. നിന്നെ ഇനി ആരും പിടിച്ച് പുറത്താക്കാനൊന്നും പോണില്ല. സംഭവം നീ പറഞ്ഞതുപോലെ എല്ലാം തീരുമാനിക്കുന്നത് ഓണറോ മാനേജറോ ഒന്നും അല്ല. പിന്നെ നിനക്ക് MK എന്താണെന്ന് അറിയാവോ? മേലെടുത്ത് കുരിശിങ്കൽ. വൺ ഓഫ് ദ ബിഗസ്റ്റ് റിച്ച് ഫാമിലി ഇൻ അവർ സിറ്റി. അവരുടെ ഓണർഷിപ്പിലാണ് ടെക്സ്റ്റൈൽസ് വളർന്നു വരുന്നത്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടവർക്ക്. ഒരുപാട് ഹോസ്പിറ്റൽസ്, കോളേജ്, ടെക്സ്റ്റൈൽസ് ഇന്നീ പടർന്നുയർന്ന മിക്കതും അവരുടെ കീഴിലുള്ളതാണ്. പണമോ പദവിയോ ഒന്നിനും ഒരു കുറവുമില്ല. ജോസഫ് കുരിശിങ്കൽ, എ ഫേമസ് ബിസിനസ് മാൻ. അവരാണ് നമ്മുടെ ടെക്സ്റ്റൈൽസിന്റെ ഓണർ. ബട്ട് അവരുടെ മൂത്ത മകനുണ്ട്. അവനാണ്. ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും ആശ്ചര്യത്തോടെയും അതിലേറെ കൗതുകത്തോടെയും കേട്ടുകൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു സംസാരത്തിന് വിലങ്ങ് വെക്കും പോലെ ബസ് ഒന്ന് ഞെരുങ്ങി സ്റ്റോപ്പായത്. ചുറ്റും വണ്ടികളുടെ ബഹളം. പലരും ഹോണടിച്ച് ശബ്ദമുണ്ടാക്കുന്നത് കണ്ട് വൈഷുവും ചേച്ചിയും എന്താ സംഭവം എന്നറിയാതെ ചുറ്റും നോക്കി. ബസ്സിലുള്ള ആൾക്കാരെല്ലാം മുന്നിലേക്ക് എന്തു വലിഞ്ഞ് നോക്കുന്നത് കൊണ്ട് തന്നെ തനിക്കൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. കൂട്ടത്തിൽ ആരോ പറയുന്നത് കേട്ടു. മുന്നിൽ ആരുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കൂടെ കരച്ചിലും ബഹളവും. ദൈവമേ, ആർക്കും ഒന്ന് പറ്റിക്കാണല്ലേ കൃഷ്ണ. മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കവേ വൈഷു, ഇത് തീരുവെന്ന് തോന്നുന്നില്ല. എന്തോ അടിപിടിയാണെന്ന് തോന്നുന്നു. ഇനി നിന്ന സമയം പോകും. നീ വാ, നമുക്കൊരു ഓട്ടോ കിട്ടുമോ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എഴുന്നേറ്റതും ഞാനും അത് ശരിയാണെന്ന് തോന്നി ബാഗ് എടുത്ത് ചേച്ചിയുടെ പിന്നാലെ ബസ്സിൽ നിന്നിറങ്ങി. ചുറ്റിലും കാറും ബൈക്കും അടക്കം വണ്ടികൾ ഹോണടിച്ച് ബഹളം ഉണ്ടാക്കുവാണ്. ഒരു കയ്യിൽ ബാഗ് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മറുകൈ ചെവി പൊത്തിപ്പിടിച്ച് ചേച്ചിക്ക് പിന്നാലെ അപ്പുറത്തെ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കവേ വെറുതെ മുന്നിലോട്ട് നോക്കവേ അവിടെയാണ് ആരോ അടിക്കുന്നത് കണ്ടത്. കണ്ടിട്ട് ഏതോ ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ ആണെന്ന് തോന്നുന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും എന്തൊക്കെയോ തുപ്പുന്നുണ്ടായിരുന്നു. അയാൾ അവശനായിട്ടുണ്ട്. അടിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ മുഖം വ്യക്തമായി കാണുന്നുണ്ട്. അയാളുടെ ദേഷ്യം മൊത്തം തീർക്കുന്നത് പോലെ. അയാൾ അടിക്കുന്നത് കണ്ടിട്ടും ഒരു മനുഷ്യൻ പോലും തടയാൻ അങ്ങോട്ട് പോകാത്തത് കണ്ട് വല്ലാത്ത അമർഷത്തോടെ ദേഷ്യത്തോടെ നോക്കവേ പെട്ടെന്ന്
പെട്ടെന്ന് അതിനു മുന്നേ നിർത്തിയിട്ടിരിക്കുന്ന ജിപ്സിയിലേക്ക് കണ്ണു പോയതും ആദ്യം കണ്ണുടക്കിയത് ലവ്സ് ബ്യൂട്ടി ലക്സറി ബ്രാൻഡിന്റെ വൈറ്റ് ബ്രാൻഡഡ് ഷൂ ആണ്. നോക്കിയതും ഒരാൾ ജിപ്സിക്ക് മുകളിൽ ഒരു കാൽ മടക്കി കുത്തിവെച്ച് നിർത്തി അതിനു മുകളിലായി ഇരു കൈ തലയ്ക്ക് പിന്നിൽ കെട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. വായിൽ പുകയില പോലത്തെ എന്തോ ചവയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. മുഖം വ്യക്തമല്ല. എന്തോ ആളെ പേടിച്ചിരിക്കുന്നത് പോലെയാണ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ ഭാവം. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് തല്ലി ചതിക്കുന്നത് കണ്ടിട്ടും നോക്കി ആസ്വദിക്കുന്നത് കണ്ടും വല്ലാത്ത അരിശം തോന്നിയതും പെട്ടെന്ന് ചേച്ചി വിളിച്ചതറിഞ്ഞ് അവൾ ഞെട്ടി ബോധത്തിലേക്ക് വന്നു. അവിടേക്ക് ഒരു തവണ കൂടി നോട്ടമെറിഞ്ഞുകൊണ്ട് ചേച്ചിക്ക് പിന്നാലെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയിരുന്നു.